2023 റിലീസായ ഓൾ ദീസ് ഇയേഴ്സ് എന്ന വളരെ മനോഹരമായ ഒരു കഥയുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. ഒരു ആമുഖവും പറഞ്ഞ രസം ഞാൻ കളയുന്നില്ല. ഒരു കാര്യം പറയാം, രസകരമായ കഥയാണ്. അതുകൊണ്ട് തുടക്കം മുതൽ അവസാനം വരെ കൂട്ടുകാരൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് ഒരു വിമാനയാത്രയ്ക്കായി തയ്യാറാവുന്ന നമ്മുടെ കഥാനായിക ജിയാനെ കാണിച്ചുകൊണ്ടാണ്. ജിയാൻ അവളുടെ ഭാരമേറിയ ലഗേജുമായി അങ്ങനെ വിമാനത്തിലേക്ക് കയറി അത് സീറ്റിന്റെ മുകളിലുള്ള കമ്പാർട്ട്മെന്റിൽ വെക്കാനായി പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അത് അത്യാവശ്യം ഹെവിയാണ്. ഈ സമയത്ത് അവളെ ഹെൽപ്പ് ചെയ്യാനായി എയർ ഹോസ്റ്റേഴ്സ് വരുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി അത് എടുത്ത് വെക്കാൻ ഒരുങ്ങുന്ന സമയത്താണ് അല്പം മാറി ഒരു സീറ്റിലിരിക്കുന്ന പാസഞ്ചറിനെ ജിയാൻ ശ്രദ്ധിക്കുന്നത്. അവൾക്ക് അയാളെ കാണുമ്പോഴേ പെട്ടെന്ന് ശ്രദ്ധ തെറ്റുകയും ലഗേജ് ഇങ്ങനെ എടുത്തു വെക്കുന്നതിന്റെ ഇടയിൽ അത് താഴെ വീഴാൻ പോവുകയും ചെയ്യുന്നു. കാരണം രണ്ടുപേരും കൂടി ചേർന്ന് വേണമായിരുന്നു അത്രയും ഹെവി ലഗേജ് പൊക്കിയെടുക്കാൻ. പക്ഷെ പെട്ടെന്ന് ഇയാളെ കണ്ട് ശ്രദ്ധ പാളിയതുകൊണ്ട് എയർ ഹോസ്റ്റേഴ്സിന് മാത്രമായിട്ട് അത് ഡീൽ ചെയ്യാനായി പറ്റിയിരുന്നില്ല. എന്തുകൊണ്ടാണ് ജിയാൻ അയാളെ കണ്ട് അപ്സെറ്റ് ആയത് എന്നറിയാമോ? അതിന് കാരണം അത് അവളുടെ വെറും ഒരു പരിചയക്കാരനല്ല, മറിച്ച് എക്സ് ബോയ് ഫ്രണ്ട് ആയിരുന്ന റാൻ ആയിരുന്നു. കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ റാനിനെ അവൾ ഇങ്ങനെ കാണുന്നത്. അതും കുറെ നാളുകൾക്ക് ശേഷം തന്റെ സ്വദേശത്തേക്കുള്ള ഈ മടക്കയാത്രയിൽ വെച്ച് അവൾ അവനെ കാണുമ്പോഴും അവന്റെ മുന്നിൽ ചെന്ന് പെടരുത് എന്ന പ്രാർത്ഥനയിൽ ആ ഒരു വിമാനയാത്ര ഉടനീളം അവൾ അങ്ങനെ അപ്സെറ്റ് ആയിരുന്നു. ഫ്ലൈറ്റ് ലാൻഡ് ആയ ഉടനെ തന്നെ റാൻ കാണാതെ തിടുക്കത്തിൽ അവൾ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഇത്രയും നാളുകൾക്ക് ശേഷം ജിയാൻ ഇപ്പോൾ മടങ്ങി വന്നിരിക്കുന്നത് അവളുടെ അച്ഛന്റെ അസുഖ വിവരത്തെ പറ്റി അറിഞ്ഞിട്ടാണ്. അവളെ കാണുമ്പോഴേ അമ്മ എത്ര നാളുകൾക്ക് ശേഷം വീട്ടിലേക്ക് വരുന്ന, വീട്ടുകാരെ പറ്റി എന്തെങ്കിലും ചിന്തയുണ്ടോ എന്നൊക്കെ പരിഭവം പറയുന്നു. ജിയാന്റെ അച്ഛന് വൈകിയെങ്കിലും അദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് പോകാൻ കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അവളെത്തിയപ്പോ അച്ഛനോട് ഹോസ്പിറ്റലിലേക്ക് പോണ അച്ഛന്നൊക്കെ പറഞ്ഞ് കുറച്ചു നേരം സംസാരിച്ചിരുന്ന ശേഷം നല്ല യാത്രാക്ഷീണം ഉള്ളതുകൊണ്ട് അവളുടെ റൂമിലേക്ക് ചെല്ലുന്നു. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഇപ്പൊ റൂമിൽ ഇരിക്കുമ്പോൾ അവൾ അവളുടെ പഴയ ചില സാധനങ്ങൾ എടുത്ത് നോക്കുന്നുണ്ട്. അത് കാണുന്ന അവൾക്ക് റാനിനെ ഓർമ്മ വരുന്നു. അതായത് അവൾ അല്പം മുന്നേ കണ്ട് സംസാരിക്കാതെ ഒഴിഞ്ഞു മാറി അവന്റെ കണ്ണിൽ പെടാതെ അവൾ മാറി നടന്ന അതേ ബോയ് ഫ്രണ്ടിനെ കുറിച്ച്. അവൾ ഹൈസ്കൂൾ പഠിക്കുന്ന കാലഘട്ടം. അത്രയും നാള് പഠിച്ചിരുന്ന ഒരു സ്കൂളിൽ നിന്ന് മാറി അവൾ വീട്ടിൽ നിന്ന് കുറച്ച് അകലെയായിട്ടുള്ള ഒരു പുതിയ സ്കൂളിലേക്ക് ജോയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവൾ ഇനി മുതൽ ഹോസ്റ്റലാണ് നിൽക്കേണ്ടത്. സ്കൂളിനോട് ചേർന്ന് തന്നെയാണ് ഹോസ്റ്റൽ മുറിയും. അങ്ങനെ വീട്ടുകാർ അവളെ കോളേജിൽ ഡ്രോപ്പ് ചെയ്യുന്നു. ശേഷം അവർ പോയി കഴിഞ്ഞ് അവൾ അവളുടെ ബാക്കി കാര്യങ്ങൾക്കായി ലഗേജും എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് അപ്രതീക്ഷിതമായി ഒരു പയ്യനെ കാണുന്നു. ആ പയ്യനെ അവൾ ശ്രദ്ധിക്കാൻ കാരണം അവന്റെ തലയെ പൊട്ടി രക്തം വരുന്നുണ്ടായിരുന്നു. അത് കാണുന്നവൾ അവൻ ആരാണ്, എന്തു പറ്റിയതാണ് എന്നതൊന്നും അറിയില്ലെങ്കിലും കയ്യിലുണ്ടായിരുന്ന ടിഷ്യൂ എടുത്ത് അവന് കൊടുക്കുന്നു. അവനും ഒന്നും പറയാതെ ആ ടിഷ്യൂ വാങ്ങി അങ്ങ് പോകുന്നു. ശേഷം അവളുടെ ഹോസ്റ്റൽ റൂമിൽ അവൾ എത്താണ്. ഒരു കുടിസ് മുറിയാണ്. തന്റെ സാധനങ്ങളൊക്കെ ഓരോന്നായി എടുത്തു വെച്ച് അവൾ അവിടെ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് അവളുടെ സ്കൂൾ യൂണിഫോം കാണുമ്പോൾ അത് ഇടാൻ ഒരു കൊതി. ആക്ച്വലി ഈ ഒരു സ്കൂളിലേക്ക് അവൾ ആഗ്രഹിച്ച് അഡ്മിഷൻ നേടിയതാണ്. അതുകൊണ്ട് തന്നെ യൂണിഫോം ക്ലാസ്സിന് ഇട്ടുകൊണ്ട് പോകുന്നതിന് മുന്നേ ഇടാനായിട്ടുള്ള ആ കൊതിയുടെ പുറത്ത് അത് അവൾ ട്രൈ ചെയ്യുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് കതക് തുറന്ന ഒരാൾ അകത്തേക്ക് തള്ളിക്കയറി വരുന്നു. അവൾ ആകെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. കാരണം പെൺകുട്ടിയുടെ ഒരു ഹോസ്റ്റൽ മുറിയിൽ ഇങ്ങനെ ഒരു പയ്യൻ എന്താണ് കാര്യമെന്ന്. അവൾ പെട്ടെന്ന് ഡ്രസ്സ് ഇട്ട് റെഡിയായി അവനോട് സംസാരിക്കുമ്പോഴാണ് ഇവനാണ് മുന്നേ താൻ തല പൊട്ടിയ രീതിയിൽ കണ്ട ആ പയ്യൻ എന്നത് അവൾക്ക് മനസ്സിലാവുന്നത്. കൂടാതെ അവൻ സെക്യൂരിറ്റിയുടെ കയ്യിൽ പെടാതിരിക്കാനായി എവിടേക്കെങ്കിലും ഓടി ഒളിക്കാനായി ശ്രമിക്കുകയാണെന്ന് മനസ്സിലാക്കുന്ന അവൾ എന്താണ് കാര്യമെന്ന് തിരക്കാതെ അവന് വന്നതുപോലെ തന്റെ മുറിയിൽ ഒളിക്കാൻ ഒരു അവസരം കൊടുക്കുന്നു. അതായത് അവൻ മുറിയിൽ കയറിയിട്ട് അവൾ അത് കാട്ടിക്കൊടുക്കുന്നില്ല എന്നതാണ് വാസ്തവം. അവൾ പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. കുറച്ചു കഴിഞ്ഞ് തിരിച്ചു വന്ന് പെട്ടെന്ന് നോക്കുമ്പോൾ റൂമിൽ അവനെ കാണുന്നില്ല. പോയി കാണുമെന്ന് അവൾ കരുതുന്നുണ്ടെങ്കിലും അവൻ അവിടെ മറിഞ്ഞിരിക്കുകയായിരുന്നു. കാരണം ഇടയ്ക്ക് ഹോസ്റ്റൽ വാർഡന്റെ പരിശോധന എല്ലാ മുറിയിലും ഉണ്ടായിരുന്നു. അവൻ അതിവിദഗ്ധമായി ആ സമയത്ത് മറിഞ്ഞിരുന്ന് അവർ പോയ ശേഷം വീണ്ടും മുറിക്കകത്ത് വന്നു. അവൾ ഇവന്റെ ഈ കാര്യങ്ങളൊക്കെ കണ്ട് അമ്പരക്കുമ്പോൾ അവൻ അവൾക്ക് അവന്റെ പേരെഴുതി അവന്റെ ഒപ്പിട്ടിട്ടുള്ള ഒരു വാക്ക്മാൻ സമ്മാനമായി നൽകുമ്പോൾ അവൾ ആദ്യം അത് വാങ്ങാൻ തയ്യാറാവുന്നില്ല. ഇവൻ പരിചയപ്പെടാൻ നോക്കുമ്പോൾ അതിനും അവൾ കൂട്ടാക്കുന്നില്ല. പക്ഷെ വേണ്ടെങ്കിൽ വേണ്ട, നിനക്ക് തരാനായിട്ട് ഞാൻ ഇതിപ്പോ എടുത്തതല്ലേ, വേണ്ടെങ്കിൽ ഞാൻ ഇത് കളഞ്ഞേക്കാന്ന് പറഞ്ഞ് കളയാനായി ഒരുങ്ങുമ്പോൾ അതിന് സമ്മതിക്കാതെ അവൾ അതിങ്ങ് വാങ്ങുന്നു. എന്തായാലും അന്നത്തെ ദിവസമാണ് അവൾ ആദ്യമായി റാനിനെ കണ്ടതും ഇത്രയും കാര്യങ്ങൾ ആദ്യ കൂടിക്കാഴ്ചയുടെ ഭാഗമായി സംഭവിച്ചതും. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നു. തന്റെ ഈ പുതിയ ഹൈസ്കൂളില് കാര്യങ്ങൾ ജിയാന് ഭയങ്കര പാടായി വരുന്നുണ്ട്. കാരണം അവൾ അവളുടെ ഗ്രാമത്തിലെ സ്കൂളിൽ നിന്നാണ് വരുന്നത്. ആ ഒരു സ്കൂളിൽ അവൾ ഭയങ്കര ബ്രില്യന്റ് ആയിരുന്നു, മിടുക്കിയായിരുന്നു. പക്ഷെ ഈ ഒരു ടൗണിലെ ഹൈസ്കൂളിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു സ്കൂളിൽ അവൾ അനുഭവിച്ചതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും. ഈവൻ കുട്ടികൾ പോലും ഇവളേക്കാൾ വളരെ ബ്രില്യന്റ് ആണ്. ഇവള് ബ്രില്യന്റ് ആണ്, അപ്പൊ ഇവളേക്കാൾ ബ്രില്യന്റ് ആണെന്ന് പറയുമ്പോൾ ആ ലെവൽ ഒന്ന് ആലോചിച്ച് നോക്കും. കൂടാതെ ഗ്രാമത്തിൽ നിന്ന് വന്ന പെൺകുട്ടി എന്ന ലേബലില് അവളോട് കൂട്ടുകൂടാനും
ആളുകൾ മടിക്കുന്നു, അവളെ ഒന്ന് ഒതുക്കി വെക്കുന്ന രീതിയിലാണ് അവൾക്ക് അനുഭവപ്പെടുന്നത്. എന്തായാലും അങ്ങനെ ഇതൊക്കെ അവളെ വല്ലാണ്ട് അലട്ടുന്നുണ്ട്. ഒരു ദിവസം അവളൊന്ന് റിലാക്സ് ആവാനായി ക്ലാസ്സില്ലാത്ത ടൈം ഹോസ്റ്റലിനെ പുറത്തേക്ക് ഇറങ്ങുന്നു. അതൊരു സന്ധ്യ ആ ഒരു സമയമാണ്. മഴ ചാർന്നത് കൊണ്ട് തന്നെ കുടയും പിടിച്ച് മഴയത്ത് നടക്കുന്ന അവളുടെ സ്ട്രെസ് എല്ലാം മറന്ന് എൻജോയ് ചെയ്യുന്നത് നമുക്ക് കാണാം. അവളിങ്ങനെ ഹാപ്പിയായി ഒരു ചിത്രശലഭത്തെ പോലെ ആ ഒരു മൊമെന്റിൽ പാറി പറന്ന് നടക്കുന്നത് മാറി നിന്ന് റാൻ ശ്രദ്ധിക്കുന്നത് അവൾ കണ്ടിരുന്നില്ല. അവൻ കുറെ നേരം അവളിങ്ങനെ നോക്കി നിന്ന് കഴിഞ്ഞ് പിന്നീട് അവളുടെ അടുത്തേക്ക് മിണ്ടാനായി വരുന്നു. ആദ്യമൊക്കെ അവൾ അവോയ്ഡ് ചെയ്ത് വിടാണ്. പക്ഷെ അവൻ അതൊന്നും കാര്യമാക്കാതെ അവളുടെ ഫോൺ ഇങ്ങ് വാങ്ങി അതിൽ അവന്റെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. എന്താവശ്യമുണ്ടെങ്കിലും പറയണമെന്ന് പറഞ്ഞു. കാരണം അവനെ ഒരു ആപത്ത് സമയത്ത് സഹായിച്ച പെൺകുട്ടിയായിട്ടാണ് അവൻ അവളെ കാണുന്നത്. അന്ന് ആ ഹോസ്റ്റൽ മുറിയിൽ ഇവൻ ഉണ്ടെന്ന് വേണമെങ്കിൽ അവൾക്ക് കാട്ടിക്കൊടുക്കാമായിരുന്നു. പക്ഷെ അവൾ അത് ചെയ്തില്ല. അതിന്റെ നന്ദിയും സ്നേഹവും അവൻ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അവൾ ഒരിക്കൽ പോലും ആ നമ്പറിൽ വിളിച്ചിട്ടോ അവനോട് സംസാരിക്കാൻ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടോ ഉണ്ടായിരുന്നില്ല. എന്തായാലും അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ജിയാന്റെ കയ്യിൽ റാനിന്റെ പേരെഴുതിയ അവൻ അന്ന് അവൾക്ക് കൊടുത്ത ആ ഒരു വാക്ക്മാൻ ഉള്ളത് ജിയാന്റെ ക്ലാസ്സിലെ സി എന്ന പെൺകുട്ടി കാണുന്നു. അവൾ അത് കണ്ടപാടെ തന്നെ ഭയങ്കര ബഹളം ക്ലാസ്സിലെ മറ്റു കുട്ടികളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കുകയാണ്. റാനിന്റെ വാക്ക്മാൻ മോഷ്ടിച്ച ഒരു കള്ളിയാണെന്നല്ല ജിയാനെ വിളിക്കുന്നു. ഗ്രാമത്തിൽ നിന്ന് വന്ന ഇവളിൽ നിന്ന് ഇതിൽ കൂടുതൽ എന്ത് പ്രതീക്ഷിക്കാനാണെന്നല്ല അവിടെ കിടന്ന് അവൾ ഷൗട്ട് ചെയ്യുമ്പോൾ ഇതെനിക്ക് റാൻ തന്നെ ഗിഫ്റ്റ് ചെയ്തതാണെന്നൊന്നും പറയാൻ ജിയാൻ നിൽക്കുന്നില്ല. അവൾ വളരെ സങ്കടത്തിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ കരഞ്ഞുകൊണ്ട് തന്നെ അവൾ തന്റെ മൊബൈലിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന റാനിന്റെ നമ്പറിലേക്ക് കോൾ ചെയ്യുന്നു. അവനാണെങ്കിൽ ക്ലാസ് കട്ട് ചെയ്ത് കറങ്ങി നടക്കുന്ന സമയമായിരുന്നു. കോള് വന്ന ഉടനെ തന്നെ അവൻ വേഗം അവളുടെ അടുത്തേക്ക് എത്തി. അവളുടെ മുഖം കണ്ടിട്ട് കരയാണ്, സങ്കടമാണ് എന്നൊക്കെ മനസ്സിലെങ്കിലും ആദ്യം അതിനെപ്പറ്റി ചോദിക്കാതെ അവളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. എന്നിട്ട് അവൻ എപ്പോഴും മനസ്സിൽ വിഷമം വരുമ്പോൾ ചെന്നിരിക്കാറുള്ള ഒരു സ്ഥലത്ത് അവളെ കൊണ്ടുവന്നിരുത്തിയ ശേഷം ഇപ്പൊ പതിയെ അവളുടെ മനസ്സൊന്ന് തണുത്ത് കാണുമെന്ന് കരുതി കാര്യങ്ങൾ ചോദിക്കുന്നു. അപ്പോഴാണ് അവൾ പറയുന്നത് അവൻ ഗിഫ്റ്റ് ചെയ്ത വാക്ക്മാൻ താൻ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് സി എന്ന ക്ലാസ്സിലെ പെണ്ണ് തന്നെ എല്ലാവരുടെ മുന്നിൽ നാണം കിടത്തിയത്. അത് ചെയ്യാൻ പറഞ്ഞു തീരുമ്പോഴേക്കും റാൻ അതിന് കൊടുക്കുന്ന മറുപടി അവളെ ഞെട്ടിക്കുന്നു. കാരണം അത് യഥാർത്ഥത്തിൽ തന്റെ വാക്ക്മാൻ അല്ലെന്നും അത് സിയുടെ വാക്ക്മാൻ ആണ്, അതാണ് താൻ ജിയാന് തന്നതെന്നും കൂടി റാൻ പറയുമ്പോ അപ്പോ സി അങ്ങനെയൊക്കെ സീനുണ്ടാക്കിയതിൽ കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ. അപ്പോ നീ കാരണമാണ് ഞാൻ അത്രയും നാണം കിട്ടത്, നീ കാരണമാണ് എനിക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടായെന്നില്ല അവൾക്ക് റാനിനോട് ഭയങ്കര ദേഷ്യം വരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാല് ഈ സിക്ക് റാനിനോട് ഒരു ക്രഷ് ഉണ്ട്. അവൾ അങ്ങനെ അവന്റെ പിറകെ നടപ്പ് പതിവാക്കിയിരുന്ന ഒരു പെൺകുട്ടിയാണ്. കൂടാതെ അവനെ ഇംപ്രസ് ചെയ്യാനായി അവള് ഗിഫ്റ്റ് കൊടുത്തതായിരുന്നു ആ വാക്ക്മാൻ. പക്ഷെ അവളോട് ഒരു താല്പര്യവും അവൾ പിറകെ നടക്കുമ്പോഴൊന്നും കാണിച്ചിട്ടില്ലാത്ത റാൻ അവൾ കൊടുത്ത വാക്ക്മാൻ തനിക്ക് വേണ്ട എന്ന ഭാവത്തിൽ ഒരു അവസരം കിട്ടിയപ്പോ ജിയാന് കൊടുത്തതാണ്. അതാണ് അതിന് പിന്നിലെ യഥാർത്ഥ കാര്യം. അല്ലാതെ അവളെ മനഃപൂർവ്വം ഒരു കള്ളിയാക്കാനായി കൊടുത്തതല്ല എന്നെല്ലാം അവൻ ക്ലാരിഫൈ ചെയ്യുന്നു. കൂടാതെ അവളുടെ പിണക്കം മാറ്റിയെടുക്കാനായി അവൻ ഒരു കിടുക്കൻ റെസ്റ്റോറന്റിലേക്ക് അവളെ ക്ഷണിക്കുന്നു. ഗ്രാമത്തിൽ നിന്ന് വന്നിരിക്കുന്ന അവൾക്ക് ഇവിടുത്തെ ഇങ്ങനത്തെ നല്ല റെസ്റ്റോറന്റിലെ ഫുഡിന്റെ രുചിയും ഒന്നും അറിയാത്തത് കൊണ്ടും അങ്ങനെ അവിടെ കഴിച്ച് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടും അവൾ വേഗം പിണക്കം മറന്ന് അവന്റെ കൂടെ ഫുഡ് കഴിക്കാനായി പോകുന്നു. അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഇടയിലെ പിണക്കം മാറ്റാൻ പറ്റിയ പരിപാടിയാണ് ഒന്നിച്ചുള്ള ഫുഡിങ്. എന്തെങ്കിലും അങ്ങനെ ഇരിക്കെ സ്കൂളിൽ നിന്ന് ഒരു വെക്കേഷൻ വരുമ്പോൾ അവൾ തിരിച്ചവളുടെ ഗ്രാമത്തിലെ വീട്ടിലേക്ക് പോകുന്നത്. അതൊരു കുഞ്ഞു വെക്കേഷൻ ആണ്. പക്ഷെ അതെന്തായാലും കുഞ്ഞു വെക്കേഷൻ ആയത് നന്നായെന്നാണ് അവൾക്ക് വീട്ടിൽ പോയി കഴിഞ്ഞ് തോന്നുന്നത്. കാരണം വീട്ടിൽ അവളെ ചെല്ലുമ്പോൾ ഇത്രയും നാൾ കഴിഞ്ഞ് മോളെ കണ്ടതിന്റെ സന്തോഷമൊന്നും അമ്മയ്ക്കില്ല. അമ്മ അവളോട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് പെരുമാറുന്നു. കൂടാതെ അവളോട് കാണിക്കാത്ത കെയർ എന്നും കൂടെയുള്ള അവളുടെ അനിയനോട് കാണിക്കുന്നു. അതൊക്കെ അവളെ സങ്കടപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് അവള് വെക്കേഷൻ തീരാനായി കാത്തിരിക്കായിരുന്നു. അത് തീർന്നു കഴിഞ്ഞ ഉടനെ തന്നെ തിരിച്ച് സ്കൂളിലേക്ക് പോകുന്നു. എന്തെങ്കിലും ആ സങ്കടം ഉള്ളിലുള്ള അവൾ സ്കൂളിൽ വെച്ച് അവളെ കണ്ട് റാൻ സംസാരിക്കാനായി ഒക്കെ എത്തുമ്പോൾ തന്നോട് ഏറ്റവും അധികം അടുപ്പവും സ്നേഹവും കാണിക്കേണ്ട വീട്ടിൽ നിന്ന് തന്നെ ഇപ്പൊ അവഗണന ഫീൽ ആയതുകൊണ്ട് ഇനി ഇവനുമായി അവൾക്ക് അടുക്കാനും ഭയങ്കര പേടി. അതുകൊണ്ട് തന്നെ എന്നോട് കൂടുതൽ സംസാരിക്കാനും ഒന്നും വരണ്ട, ഞാൻ ഗ്രാമത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് പഠിക്കാനാ, എനിക്ക് അത് മാത്രം മതി എന്ന് പറഞ്ഞ് അവൾക്ക് ആരുടെയും ഫ്രണ്ട്ഷിപ്പും കൂട്ടും ഒന്നും വേണ്ടെന്ന് തീർത്തു പറയുന്നു. അത് അവനെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നുണ്ടെങ്കിലും ശരി, അവൾക്ക് അതാണ് സമാധാനമെങ്കിൽ അവൾ അങ്ങനെ ഇരിക്കട്ടെ, താനെന്തിനെ ശല്യപ്പെടുത്തണം എന്ന് കരുതി അവൻ ശല്യപ്പെടുത്താൻ പോകുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഇവരുടെ ഒരു കോമൺ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പ്രത്യേകം ജിയാന് ക്ഷണം ലഭിക്കുന്നത്. ഇവിടുത്തെ ഫ്രണ്ട്സ് ഒക്കെ ഇവിടുത്തെ അവളുടെ ക്ലാസ്മേറ്റ്സ് ഒക്കെ പൊതുവെ അവളെ ഒതുക്കി വെക്കാറുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ക്ഷണം വരുമ്പോൾ അവൾ വളരെ ഹാപ്പിയായി ആ ഒരു പാർട്ടിയിൽ പങ്കെടുക്കുന്നു. അവിടെ വെച്ച് റാനിനെ അവൾ കാണുന്നുണ്ടെങ്കിലും അവളും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല, റാനും മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ അതേ ബർത്ത്ഡേ പാർട്ടിയിൽ ഉണ്ടായിരുന്ന സി റാൻ തന്നെക്കാൾ ഏറെ ജിയാനോട് ഒരു താല്പര്യം കാണിച്ചിരുന്നു എന്ന ആ ഒരു കലിപ്പുള്ളത് കൊണ്ട് തന്നെ ജിയാൻ ബർത്ത്ഡേ ഗേളിന് കൊടുക്കാനായി കൊണ്ടുവന്ന പ്രസന്റ് എല്ലാവരുടെ മുന്നിൽ വെച്ചെടുത്ത് അയ്യേ ഇതെന്ത് ഗിഫ്റ്റ് ആണ്, എന്തിനു കൊള്ളാം ഇത്, 10 പൈസയുടെ വിലയില്ലാത്ത സാധനം, നമ്മളൊക്കെ നല്ല എക്സ്പെൻസീവ് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വന്നപ്പോൾ അവള് വാങ്ങിച്ചിട്ട് വന്നത് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഗിഫ്റ്റിനെ വളരെ തരം താഴ്ത്തി സംസാരിക്കുമ്പോൾ ജിയാന് നല്ല നാണക്കേട് ഫീൽ ആവുന്നുള്ളൂ. നല്ല നാണക്കേട്, നല്ല വിഷമമൊക്കെ വരുന്നുണ്ട്. അവൾ അവളുടെ കഴിവിനൊത്ത് നല്ലൊരു ഗിഫ്റ്റ് തന്നെയാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. അവൾ ഇവരെ പോലെയൊക്കെ സമ്പന്ന കുടുംബത്തിലെ ഒരു പെൺകുട്ടി ഒന്നും അല്ലല്ലോ. പക്ഷെ എന്നാലും ആ ഒരു നല്ല ഗിഫ്റ്റിനെ പോലും തന്നോടുള്ള കലിപ്പിന് ഇങ്ങനെ തരം താഴ്ത്തിയതാണ് ജിയാനെ സങ്കടപ്പെടുത്തിയത്. അവൾ പക്ഷെ ഒന്നും മിണ്ടാതെ നിറകണ്ണുകളോടുകൂടി അവിടെ നിൽക്കുമ്പോൾ അത് കണ്ട് റാൻ അതിൽ ഇടപെടുന്നു.
റാൻ സിയോട് തട്ടിക്കയറുമ്പോ നിനക്കെന്താ ഈ ഗ്രാമവാസിയോട് ഇത്രയ്ക്ക് സിമ്പതി എന്നെല്ലാം സി അതിന്റെ പേരിൽ ചൂടാവുന്നുണ്ട്. ആ സമയം തന്റെ അടുത്ത് നിന്നിരുന്ന റാനിന്റെ കൈ മുറുകെ പിടിച്ചുകൊണ്ട് ജിയാൻ ഞാനും റാനും ഡേറ്റിംഗ് ആണെന്ന് സിയുടെ മുഖത്ത് നോക്കി പറയുന്നു. അതിനുശേഷം റാനിനെ കൊണ്ട് പുറത്തേക്ക് ഒരു ഒറ്റ ഓട്ടമായിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് അങ്ങനെ ബോൾഡായി സംസാരിച്ച ഒരു ജിയാനെ അല്ല, അവിടെ പൊട്ടിക്കരഞ്ഞ് തളർന്നിരിക്കുന്ന ജിയാനെയാണ്. അവൾക്ക് എല്ലാവരും പണക്കാരാണ്, താൻ മാത്രം പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്ന പെൺകുട്ടിയാണ്. അതിന്റെ പേരിൽ അവർ തന്നെ എങ്ങനെ കാണുന്നു, തന്നോട് എങ്ങനെ പെരുമാറും, തന്നെ പറ്റി എന്ത് വിചാരിക്കും എന്ന കാര്യങ്ങൾ ഓർത്ത് ഒട്ടും കംഫോർട്ടബിൾ അല്ല. കാരണം അവൾക്ക് വളരെ ഇവരുടെയൊക്കെ പെരുമാറ്റം കാരണം തന്നെ അപകർഷതാബോധം ഉള്ളിൽ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ആ കാര്യമൊക്കെ പറഞ്ഞ് അവളെ സങ്കടപ്പെടുമ്പോൾ എല്ലാവർക്കും അവരവരുടേതായ പ്രശ്നങ്ങളുണ്ടെന്ന് റാൻ അവളെ സമാധാനിപ്പിക്കുന്നു. അവൾ പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്നു എന്ന കാര്യത്തിൽ സങ്കടപ്പെടുമ്പോൾ അവൻ സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ഒരു പയ്യനാണെങ്കിലും അവനും അവന്റേതായ ഒരുപാട് പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ട്. അതിനെപ്പറ്റിയൊക്കെ അവളോട് ഓപ്പണായി സംസാരിച്ച് അവൻ അവളുടെ മനസ്സ് പതിയെ സങ്കടത്തിൽ നിന്ന് മാറ്റിയെടുക്കുന്നു. കൂടാതെ ആ ഒരു ദിവസം ഒരുപാട് മനസ്സ് തുറന്ന് രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്. അവരുടെ സ്ട്രെങ്തിനെ പറ്റി, അവരുടെ വീക്ക്നെസ്സിനെ പറ്റി, അവരുടെ ഡ്രീമിനെ പറ്റി, അവരുടെ പാസ്റ്റിനെ പറ്റി, അങ്ങനെ ഇങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും അന്ന് ഒരുപാട് മനസ്സിലാക്കാനും സാധിക്കുന്നു. ഇപ്പൊ ഡേറ്റിംഗ് ആണെന്ന് പറഞ്ഞപ്പോ അതൊരു കള്ളമായിരുന്നെങ്കിലും ഇനി അത് സത്യമാക്കാനായി രണ്ടുപേരും തീരുമാനിക്കുന്നു. അവരങ്ങനെ ആ ദിവസം മുതലാണ് പ്രണയിക്കാനായി ആരംഭിച്ചത്. അങ്ങനെ എങ്ങനെയാണ് തന്റെ എക്സ് ആയ റാനിനെ ജിയാൻ കണ്ടുമുട്ടിയതെന്ന ആ ഒരു ഫ്ലാഷ് ബാക്കിന് ശേഷം നമ്മൾ ഇപ്പോഴത്തെ കാര്യങ്ങൾ കാണുമ്പോൾ അച്ഛന്റെ വയ്യാഴിക കാരണമാണല്ലോ റാൻ ഇപ്പോ നാട്ടിലുള്ള വീട്ടിലേക്ക് വന്നത്. അച്ഛന്റെ ഹോസ്പിറ്റൽ ചെക്കപ്പിനൊക്കെ ആയി അവരങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അവിടെ പരിശോധനയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരും വഴി വീട്ടിൽ നിന്ന് ഒരു കാറിൽ ആശുപത്രി ആവശ്യങ്ങൾക്കൊന്നും പോകാൻ പറ്റാത്തത് ഭയങ്കര ബുദ്ധിമുട്ടാ. എപ്പോഴും ഇങ്ങനെ ടാക്സി വിളിച്ച് വല്ലവരെ ആശ്രയിച്ചൊക്കെ ഇരിക്കുന്നത് ഭയങ്കര പാടാ. നിനക്ക് വേറെ നാട്ടിൽ നല്ല ജോലിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, നല്ല സിറ്റി ആയതുകൊണ്ട് നിനക്ക് അവിടുന്ന് നല്ല സാലറി ഇല്ലേ, ഒരു കാർ വാങ്ങുന്നതിനെ പറ്റി ആലോചിച്ചുകൂടെ എന്നെല്ലാം അമ്മ അവളോട് വളരെ ദേഷ്യത്തോടെ പറയുന്നു. അങ്ങനെ ഒരു കാർ നോക്കാനായി ബ്രദറിനെയും കൂട്ടി അവൾ കാർ ഷോറൂമിലേക്ക് പോകുമ്പോൾ അവിടെ വെച്ച് റാനിനെ കാണുന്നു. ആ ഒരു കൂടിക്കാഴ്ചയിൽ അവൾ റാനിനെ ഭയങ്കരമായി ഇഗ്നോർ ചെയ്താണ് പോകുന്നത്, മൈൻഡേ ചെയ്തില്ല. പക്ഷെ അന്ന് അവൾ വീട്ടിലെത്തിയ ശേഷം അവളെ കാണാനായി അവിടേക്ക് റാൻ വരുന്നു. അങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന റാനിനോട് സംസാരിക്കാനായി അവന്റെ അടുത്തേക്ക് ചെല്ലുന്ന അവൾക്ക് വീണ്ടും ഇവർക്കിടയിൽ നടന്ന ഫ്ലാഷ് ബാക്ക് ഓർമ്മ വരാണ്. ഇവർ പ്രണയത്തിലായി എന്നത് നമ്മൾ കണ്ടു. പക്ഷെ എങ്ങനെ അവൻ ഇവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആയി, എന്താണ് അവർക്കിടയിൽ നടന്ന പ്രശ്നം, ബ്രേക്കപ്പ് എങ്ങനെ സംഭവിച്ചു എന്നതൊക്കെ അറിയണ്ടേ. ആ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകാം. അങ്ങനെ ഇവര് പ്രണയത്തിലായി ഹാപ്പിയായി രസകരമായി സ്കൂൾ ജീവിതം മുന്നോട്ട് പോകുന്ന ഒരു ദിവസം പെൺകുട്ടികളുടെ ഹോസ്റ്റൽ റൂമിൽ ഒരു പ്രശ്നം, പൈപ്പൊക്കെ പൊട്ടി ആകെ താറുമാറായി. ഒന്നെങ്കിൽ അവര് എങ്ങോട്ടേലും പോകണം, ലീക്കേജ് ഒക്കെ റെഡി ആക്കുന്നത് വരെ, അല്ലെങ്കിൽ അവിടെ തന്നെ സ്റ്റേ ചെയ്യണം, ഈ വെള്ളവും കാര്യങ്ങളൊക്കെ സഹിച്ച്. ഇതറിയുന്ന റാൻ അങ്ങനെ കഷ്ടപ്പെട്ട് ജിയാൻ അവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞ് അവളെ കംഫർട്ടബിൾ ആക്കാനായി ഒരു ഹോട്ടൽ റൂമിലേക്ക് അവളെ കൊണ്ടുപോകുന്നു. അങ്ങനെ ഒറ്റയ്ക്ക് അവളെ നിർത്താൻ പറ്റാത്തതുകൊണ്ട് അവനും അന്ന് രാത്രി അവളുടെ കൂടെ നിൽക്കുന്നുണ്ട്. അവര് വളരെ നോർമലായി ഫ്രണ്ട്ലി ആയി അന്ന് കുറേ സംസാരിച്ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അല്ലാതെ മോശമായ ഒരു കാര്യങ്ങളും അവർക്കിടയിൽ സംഭവിക്കുന്നില്ലെങ്കിൽ പോലും അവരറിയാതെ അവർക്കത് വളരെ മോശമായി മാറുന്നു. അതെങ്ങനെയാണെന്ന് പറയാം. അതിനു മുന്നേ അങ്ങനെ അവന്റെ കൂടെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിരിക്കുമ്പോഴും സിറ്റിയുടെ ആ ഒരു നൈറ്റ് വ്യൂ, ഇത്രയും ഉയരത്തിലുള്ള ഒരു ബിൽഡിങ്ങിൽ നിന്ന് മനോഹരമായി കണ്ട് ആസ്വദിക്കുമ്പോഴും തന്റെ ലൈഫിലെ ഏറ്റവും ഹാപ്പിനെസ് നിറഞ്ഞ ഒരു ദിവസമാണ് അതെന്നാണ് ജിയാൻ കരുതുന്നത്. കാരണം താൻ ഇഷ്ടപ്പെടുന്ന ആളുണ്ട് കൂടെ, കൂടാതെ മനോഹരമായ കാഴ്ച, മനസ്സമാധാനം, അങ്ങനെ ഒരുപാട് അവൾ ഹാപ്പി ആയിരുന്നു. പക്ഷെ ഇവരിങ്ങോട്ടേക്ക് വന്നതും ഒരേ റൂമിലേക്ക് പോയതും റാൻ ജിയാനെ കൊണ്ടുപോയി എന്നറിഞ്ഞ് പിന്തുടർന്ന് സി കണ്ടിട്ടുണ്ടായിരുന്നു. അവൾ ഇവർ ഒന്നിച്ചുള്ളതിന്റെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നു. ഇവര് തമ്മിൽ ഹോട്ടൽ റൂമിൽ ഒന്നിച്ച് സ്റ്റേ ചെയ്തു എന്നത് അവൾ അടുത്ത ദിവസം ഹൈസ്കൂളിൽ അധികൃതരെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അവർ ഒരു ദുരുദ്ദേശവുമില്ലാതെ അന്ന് അവിടെ കഴിഞ്ഞുകൂടിയെങ്കിലും ആ ഒരു ഫോട്ടോ വെച്ച് അവൾ ഇവരെ പറ്റി തെറ്റായ കാര്യങ്ങൾ അധികൃതരുടെ മനസ്സിൽ കുത്തിക്കയറ്റിയിട്ടുണ്ടായിരുന്നു. അധികൃതരാകട്ടെ വേഗം തന്നെ വീട്ടിൽ വിളിച്ച് വിവരം അറിയിക്കുന്നു. അങ്ങനെ ഗ്രാമത്തിൽ നിന്ന് സംഭവം അറിഞ്ഞ് ജിയാന്റെ അമ്മയും അച്ഛനും വേഗം ഇളകി സ്കൂളിലേക്ക് എത്തുന്നു. അച്ഛൻ പിന്നെയും കാമായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. പക്ഷെ അമ്മ ഭയങ്കര ടെററായിരുന്നു. അവൾ ഈ ഗ്രാമത്തിലെ സ്കൂളിൽ നിന്ന് സിറ്റിയിലെ സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആള് വളരെ വഷളായെന്ന രീതിയിലാണ് ഈ ഒരു കാര്യത്തെ അമ്മ എടുക്കുന്നത്. ഈ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്ന പോലെ ഒന്നുമില്ലെന്ന് അവള് പറയാൻ നോക്കിയിട്ടും അമ്മ അത് കേൾക്കുന്നില്ല. അങ്ങനെ ഈ ഹൈസ്കൂളിൽ നിന്ന് അവളെ പഠനം നിർത്തി കൊണ്ടുപോകാനായി അമ്മ തീരുമാനിക്കുന്നു. ഇതിനെല്ലാം പിന്നിൽ സി ആണെന്ന് അപ്പോഴേക്കും ജിയാനും മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേറെ വഴിയില്ലാതെ അവൾ ഗ്രാമത്തിലെ സ്കൂളിൽ ഇപ്പോൾ പഠിക്കാനായി ചേർന്നിരിക്കുകയാണ്. പക്ഷെ അവിടെ എത്തിയിട്ടും അവൾക്ക് മനസമാധാനം കിട്ടുന്നില്ല. കാരണം സിറ്റിയിലേക്ക് വലിയ കാര്യത്തിൽ പഠിക്കാൻ പോയ പെണ്ണ് ഇപ്പോൾ ഈ ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്നിങ്ങനെ പഠിക്കാനിരിക്കുന്നത് അവൾ അവിടെ വളരെ മോശം പ്രവൃത്തികൾ ചെയ്ത് സ്കൂളിൽ നിന്ന് പുറത്താക്കിയത് കൊണ്ടാണെന്ന് റൂമർ കാരണം അവൾക്ക് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു അവിടെ നേരിടേണ്ടി വരുന്നത്. എന്തായാലും അവളെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോയ കാര്യം അറിയുന്ന റാൻ ഒട്ടും താമസിക്കാതെ അവളെ അവിടെ എത്തി കാണുന്നുണ്ട്. ആദ്യം അവനോട് സംസാരിക്കാൻ താല്പര്യപ്പെടാതെ അവൾ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും അവൻ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും അവളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പെന്ന് പറയുമ്പോൾ അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അവൾക്കറിയാം. കാര്യങ്ങൾ വളച്ചൊടിച്ചത് സിയാണ്. അതുകൊണ്ട് തന്നെ അവനോട് അധികം നേരം ദേഷ്യപ്പെടാനായി അവൾക്ക് കഴിയുമായിരുന്നില്ല. അവൾ അവന്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കരയുന്നു. കൂടാതെ അവനെ ഇഷ്ടമാണെന്നും അവനോട് പറയാണ്.
അന്ന് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുന്ന ജിയാൻ അമ്മയോട് കാര്യങ്ങൾ വീണ്ടും പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കുന്നു. ഒരിക്കലും തന്നെ പറ്റി തെറ്റിദ്ധാരണ പരന്നിരിക്കുന്നത് പോലെ ഒന്നും സംഭവിച്ചിട്ടില്ല. എന്നെ സ്കൂളിൽ നിന്ന് മനഃപൂർവ്വം പുറത്താക്കാനായി എന്നോട് അസൂയുള്ള എന്റെ ക്ലാസ്മേറ്റ് പെൺകുട്ടി അങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് പ്രചരിപ്പിച്ചതാണ്. അമ്മ മനസ്സിലാക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്ന അവൾ ഈ വരുന്ന എക്സാമിന് താൻ നല്ല മാർക്ക് വാങ്ങിയാൽ തന്നെ വീണ്ടും സിറ്റിയിലെ സ്കൂളിൽ പോയി പഠിക്കാൻ അനുവദിക്കുമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ പറഞ്ഞ പോലെ അവൾ കഷ്ടപ്പെട്ടു പഠിച്ച് ഏറ്റവും അധികം മാർക്ക് അടുത്ത എക്സാമിന് വാങ്ങി വീണ്ടും അമ്മയുടെ അനുവാദത്തോടെ തന്നെ ഹൈസ്കൂളിലേക്ക് അവൾ തിരികെ പോവുകയാണ്. സിറ്റിയിൽ എത്തുന്ന അവളെ കണ്ട് റാൻ വളരെ ഹാപ്പി ആവുന്നുണ്ടെങ്കിലും അവൾ തിരികെ എത്തിയ കാര്യം സിയെ വീണ്ടും കലിപിടിപ്പിക്കുന്നു. സി അവൾക്ക് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായി പരിശ്രമിക്കുമ്പോൾ മുന്നത്തെ പോലെ ജിയാൻ അങ്ങനെ മിണ്ടാതിരിക്കാൻ തയ്യാറായിരുന്നില്ല. അവൾ ചുട്ട മറുപടി തന്നോട് പറയുന്ന ഓരോ കാര്യങ്ങൾക്കും തനിക്ക് തരുന്ന ഓരോ പ്രശ്നങ്ങൾക്കും സിക്ക് തിരികെ കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ പഠനവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും റാനുമായുള്ള റിലേഷനും ഒരു കോട്ടം തട്ടാതെ മുന്നോട്ട് കൊണ്ടുപോകാനും ജിയാന് കഴിയുന്നു. അങ്ങനെ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയത്താണ് അവൾക്ക് ഉപരിപഠനത്തിന് വിദേശത്ത് സ്കോളർഷിപ്പോട് കൂടി ഒരു അവസരം എന്ന കാര്യം അവളിപ്പോ നല്ല മിടുക്കിയായി പഠിക്കുന്നത് കൊണ്ട് മിസ് അവളോട് പറയുന്നത്. പക്ഷെ അങ്ങനെ അവിടെ പോയി പഠിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ 6 വർഷം ജോലി ചെയ്യേണ്ടതായിട്ടുമുണ്ട് പഠനശേഷം. ഇത് പെട്ടെന്ന് ക്ലോസ് ആവുന്ന ഒരു വേക്കൻസിയാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് തീരുമാനിച്ച് അവിടേക്ക് പോകണം എന്നുള്ളത് കൊണ്ട് മിസ് എത്രയും പെട്ടെന്ന് അവളോട് ഒരു മറുപടി പറയാനായി പറയുമ്പോൾ അവൾ ഇതിനെപ്പറ്റി എന്ത് തീരുമാനിക്കണം എന്നറിയാൻ ഈ വേഗം റാൻ അന്വേഷിച്ചു പോകുന്നുണ്ടെങ്കിലും റാൻ ജിയാന്റെ ക്ലാസ്സിലല്ല മറ്റൊരു ക്ലാസ്സിലാണ്. അവിടേക്ക് അവനെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവൻ ഇന്ന് ക്ലാസ്സിലെത്തിയിട്ടില്ല. അവന്റെ മുത്തശ്ശന് വയ്യാത്തത് കൊണ്ട് വീട്ടിലെ കാര്യങ്ങളിലെ തിരക്കാണ് എന്നതാണ് അവൾ അറിയുന്നത്. ഇതിനെപ്പറ്റി സംസാരിക്കാനായി അവൾ വീട്ടിലേക്ക് ചെല്ലുന്നു. അമ്മയോട് തന്റെ ഉപരിപഠനത്തെ പറ്റി അവൾ പറയുമ്പോൾ അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നായിരുന്നു അമ്മയുടെ മറുപടി. പെൺകുട്ടികള് ഹൈസ്കൂൾ വിദ്യാഭ്യാസം വരെ നേടിയാൽ മതി, നീ ചുമ്മാ തുടർന്ന് പഠിക്കാതെ നീ വീട്ടിൽ ഇരുന്ന് നിന്റെ അനിയനെ പഠിപ്പിക്കാനുള്ള വഴിവല്ല നോക്ക്. അവൻ പഠിക്കട്ടെ എന്നെല്ലാം അമ്മ പറയുമ്പോൾ അനിയൻ പഠിക്കാൻ ഒരു മണ്ടനായിട്ടും പഠിക്കാൻ മിടുക്കിയായ തന്നെ പഠിപ്പിക്കാൻ കാണിക്കുന്നതിനേക്കാൾ ശുഷ്കാന്തി അനിയനെ പഠിപ്പിക്കാനായി അമ്മ കാണിക്കുന്നതിലും തനിക്ക് വേണ്ടി പഠനത്തിന് കാശ് മുടക്കാൻ അമ്മ ഇപ്പോൾ താല്പര്യപ്പെടാത്തതിലും അവൾക്ക് നല്ല സങ്കടം വരുന്നു. അവൾ വീണ്ടും വീണ്ടും റിക്വസ്റ്റ് ചെയ്യുമ്പോൾ കലിയിളകുന്ന അമ്മ അവളുടെ പാഠപുസ്തകങ്ങളെല്ലാം വലിച്ചെറിയുകയും അവൾ ഇത്രയും നാളെ കഷ്ടപ്പെട്ട് പഠിച്ചും ഓരോ മത്സരങ്ങളിൽ പങ്കെടുത്തും നേടിവെച്ചിരിക്കുന്ന അവളുടെ സർട്ടിഫിക്കറ്റുകൾ നശിപ്പിക്കാൻ നോക്കുകയും ഒക്കെ ചെയ്യുന്നു. ആ ഒരു ഇൻസിഡന്റ് അവളെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവൾ പിന്നീട് റാനിനെ കാണാനായി പോകുന്ന സമയം അവന്റെ മുത്തശ്ശന്റെ ഫ്യൂണറലായിരുന്നു അവിടെ നടന്നിരുന്നത്. വീട്ടിലെ പ്രശ്നവും കാര്യങ്ങളും ഒക്കെ അവനോടൊന്ന് സംസാരിച്ച് മനസ്സിന്റെ ഭാരം ഇറക്കാനായിട്ട് വന്ന അവൾക്ക് ഈ ഒരു മരണത്തില് ആകെ ദുഃഖിതനായിരിക്കുന്ന അവന്റെ മുന്നിൽ തന്റെ പ്രശ്നങ്ങളും കൂടി പറഞ്ഞ് അവനെ വീണ്ടും വീണ്ടും പ്രശ്നത്തിലാക്കാനായി മനസ്സ് വന്നില്ല. അങ്ങനെ പിന്നീട് അവനൊന്ന് ഓക്കെ ആയി വരുന്ന സമയത്ത് മനസ്സൊന്ന് റിഫ്രഷ് ആവാനായി അവൻ അവളെയും കൂട്ടി ഒരു ട്രിപ്പിന് പോകുന്നു, മനോഹരമായ അവിടുത്തെ ചില സ്ഥലങ്ങൾ കാണാനായിട്ടൊക്കെ. അങ്ങനെ ഹാപ്പി അവളും തന്റെ വിഷമങ്ങളും മറന്ന് ആ ഒരു മൊമെന്റിൽ നിൽക്കുമ്പോൾ അവൻ ഒരു കാര്യം അവളോട് പറയുന്നു. മറ്റൊന്നുമല്ല, അവൾക്ക് വിദേശത്ത് പോയി പഠിക്കാനുള്ള പ്ലാനുകളെ പറ്റി അവന് മനസ്സിലായെന്നും എന്നാലും താൻ അവൾക്കൊട്ടും സ്പെഷ്യൽ അല്ലാത്തത് കൊണ്ടല്ലേ അവൾ ഇതിനെപ്പറ്റി ഒരു വാക്ക് പോലും തന്നോട് പറയാത്തത്. സത്യത്തിൽ നിനക്ക് പോകാൻ പ്ലാൻ ഉണ്ടോ എന്നെല്ലാം അവൻ ചോദിക്കുമ്പോൾ ഞാനിത് പറയാൻ വന്നതായിരുന്നു, അപ്പോഴാ മുത്തശ്ശന്റെ മരണം സംഭവിച്ചത്, അതുകൊണ്ട് എനിക്ക് നിന്നോട് ആ ഒരു നിമിഷത്തിൽ പറയാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന അവൾ തീർച്ചയായും അവൾക്ക് ലഭിച്ച വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണിത്, ഇത് മിസ്സാക്കാതെ പോകണം എന്നത് തന്നെയാണ് തന്റെ ആഗ്രഹം എന്നും പറയുന്നു. അതിനു വേണ്ടിയിട്ടാണല്ലോ അവൾ വീട്ടിൽ അമ്മയോടും അത്ര വഴക്കിട്ടത്. അത് കേൾക്കുന്നവൻ ശരി നിന്റെ ആഗ്രഹം നടക്കട്ടെ എന്ന് പറഞ്ഞ് അവൾക്ക് പോകാനുള്ള സപ്പോർട്ട് നൽകുന്നു. പക്ഷെ അങ്ങനെ പോകുന്ന അവൾ എന്തായാലും പിന്നീട് നാടുമായൊന്നും ആ ഒരു നാളുകളിൽ വലിയ കോണ്ടാക്ട് കാണില്ല എന്നറിയാം. കാരണം പഠനവും ഒപ്പം ജോലിയും അതും ഇതും അങ്ങനെ ഭയങ്കര ബിസി ആയിരിക്കും അവൾ. അതുകൊണ്ട് തന്നെ വളരെ സങ്കടത്തോടെയാണ് അന്ന് അവർ പിരിയുന്നത്. അങ്ങനെ ഒരു ഫ്ലാഷ് ബാക്കിന് ശേഷം നമ്മളിപ്പോ വീണ്ടും ഇപ്പൊ വർഷങ്ങൾക്ക് ഇപ്പുറം കണ്ടുമുട്ടിയിരിക്കുന്ന റാനിനെയും ജിയാനെയും കാണുമ്പോൾ ആദ്യം ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടെങ്കിലും പിന്നീട് രണ്ടുപേരും വളരെ കാര്യമായി സംസാരിക്കുന്നു, പഴയ ഓരോ കാര്യങ്ങൾ പങ്കുവെക്കുന്നു. അങ്ങനെ അവർക്കിടയിൽ എന്തെങ്കിലും ഒരു മാരക പ്രശ്നം വന്ന് ഒരു ഡിസ്റ്റൻസ് വന്നതല്ല, അങ്ങനെ കാര്യമായ ബ്രേക്കപ്പ് സംഭവിച്ചതല്ല. സാഹചര്യങ്ങൾ മൂലം രണ്ട് വഴിക്ക് മനസ്സിലെ ഇഷ്ടം അതേപടി നിലനിർത്തിക്കൊണ്ട് മാറേണ്ടി വന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ വീണ്ടും കാണുമ്പോൾ ഒന്നിക്കാനായി അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോ അവൾക്ക് ഈ ഒരു സമയത്തെ പ്രധാന പ്രശ്നം അച്ഛന്റെ ആരോഗ്യ വ്യവസ്ഥയാണ്. അച്ഛനെ അടുത്ത ദിവസം ഹോസ്പിറ്റൽ ചെക്കപ്പിന് കൊണ്ടുപോകുന്ന സമയത്താണ് അച്ഛന് ലിവർ ക്യാൻസർ ആണ് എന്നത് അറിയുന്നത്. എത്രയും പെട്ടെന്ന് ലിവർ ട്രാൻസ്പ്ലാന്റ് നടത്തണം. എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവൾ തകർന്നിരിക്കുമ്പോൾ റാനാണ് അവൾക്ക് എല്ലാ സപ്പോർട്ടുമായി കൂടെ ഉണ്ടായിരുന്നത്. അവന്റെ അച്ഛന്റെ പരിചയത്തിലുള്ള ഒരാൾക്ക് വലിയ നല്ല ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഉണ്ടെന്നും അവിടേക്ക് പോകാമെന്നും അവൻ പറഞ്ഞ് അവളെയും അച്ഛനെയും അമ്മയും എല്ലാം അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു. കൂടാതെ റാനിന്റെ സഹായത്തോടെ തന്നെ അച്ഛന് കരൾ കൊടുക്കാനായുള്ള ഒരു ദാതാവിനെയും കണ്ടെത്തുന്നു. പക്ഷെ അച്ഛന്റെ ആരോഗ്യാവസ്ഥ വളരെ മോശമായി വന്നു. അച്ഛൻ ആ ഒരു മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന സമയത്തും
എപ്പോഴും ജിയാന് മികച്ച രീതിയിലൊന്നും തനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്ന സങ്കടം പങ്കുവെക്കുന്നു. പക്ഷേ അവൾ ഇന്ന് എത്തി നിൽക്കുന്ന ഈ ഒരു അവസ്ഥ, എത്തി നിൽക്കുന്ന ഈ ഒരു പൊസിഷൻ, അവൾ അന്ന് ബോൾഡായി ഉപരിപഠനത്തിന് പോകണമെന്നെടുത്ത ആ ഒരു തീരുമാനം, അതൊക്കെ ഓർത്ത് ഇന്ന് താൻ അഭിമാനിക്കുന്നുവെന്ന് അച്ഛൻ അവളോട് പറഞ്ഞാണ് കണ്ണുകൾ അടയ്ക്കുന്നത്. അങ്ങനെ അച്ഛന്റെ മരണം അവളെ വളരെ സങ്കടപ്പെടുത്തുന്നു. പക്ഷേ ഇനി ഇവിടെ നിന്നിട്ട് തനിക്കൊരു കാര്യമില്ല, തന്നെ താല്പര്യമില്ലാത്ത അമ്മയുടെ മുന്നിൽ എന്തിനു നിൽക്കണം എന്ന് തോന്നുന്ന അവൾ വീണ്ടും തിരിച്ച് സിംഗപ്പൂരിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. കാരണം ഇവളൊരു ചൈനീസ് ആണെങ്കിലും ജോലി ചെയ്യുന്നത് സിംഗപ്പൂരിലാണല്ലോ. അങ്ങനെ അവൾ പോകാൻ തീരുമാനിച്ചിരിക്കുന്ന സമയത്താണ് അമ്മ ചേച്ചിയുടെ മുന്നിൽ വളരെ സ്ട്രിക്റ്റ് ആയി നിൽക്കാറുണ്ടായിരുന്നെങ്കിലും അമ്മ എപ്പോഴും ചേച്ചി കഷ്ടപ്പെട്ട് ജീവിതത്തിൽ ഓരോ വിജയം നേടുമ്പോഴും വളരെയേറെ അഭിമാനിച്ചിട്ടുണ്ടായിരുന്നെന്നും അമ്മ ചേച്ചിയെ പറ്റി ഓർക്കാത്ത പറയാത്ത ഒരു ദിവസം പോലും ഇവിടെ ഉണ്ടായിരുന്നില്ലെന്നും അവളോട് പറയുമ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷം. എന്തായാലും അവൾ തിരികെ ജോലി സ്ഥലത്തേക്ക് മടങ്ങും മുന്നേ റാനിനെ കാണുകയും അവനോട് യാത്ര പറഞ്ഞ് പിരിയുകയും ചെയ്യുന്നു. പക്ഷേ തിരിച്ച് ജോലി സ്ഥലത്തേക്ക് ചെന്ന് കഴിഞ്ഞ് അവൾക്ക് താൻ ഇങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവില്ല, താൻ ലൈഫിൽ ഒരിക്കലും അവനെ മിസ് ചെയ്യാൻ പാടില്ല, താനിപ്പോ എത്തി നിൽക്കുന്ന ഈ ഒരു പൊസിഷനിൽ നിന്ന് ഇനി എന്തായാലും തനിക്ക് അങ്ങനെ നേടിയേ മതിയാകൂ എന്ന രീതിയിലൊന്നുമില്ല അവനെ ഒഴിച്ച് എന്ന് തോന്നുന്ന അവൾ ജോലി റിസൈൻ ചെയ്ത് തിരിച്ച് നാട്ടിലേക്ക് ചെല്ലുന്നു. അങ്ങനെ അവന്റെ അടുത്തേക്ക് തിരികെ ചെല്ലുന്ന അവൾ ഇനി ലൈഫ് ലോങ് എന്നും കൂടെ ഉണ്ടാകണമെന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്ന് അവനോട് പറയുന്നതും അവർ അങ്ങനെ ഒന്നിച്ച് മുന്നോട്ട് ജീവിക്കാൻ ആരംഭിക്കുന്നതും കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നു. വളരെ ഫീൽ ഗുഡ് ആയ ഒരു ഹൈസ്കൂൾ പ്രണയകഥ. ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.